കരൂർ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം പ്രാദേശിക ഭരണകൂടത്തിനെന്ന് വിജയയുടെ മൊഴി. ആൾക്കൂട്ടം ഒഴിവാക്കാനും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുമാണ് കരൂരിൽ നിന്ന് തിരിച്ചുപോയത്. കേസിൽ മൊഴിയെടുപ്പിന് വിജയ് നാളെ ഹാജരാകില്ല. പൊങ്കൽ പ്രമാണിച്ച് സാവകാശം വേണമെന്ന വിജയുടെ ആവശ്യം ഉദ്യോഗസ്ഥർ അംഗീകരിച്ചു. വിജയ് എന്ന പുത്തൻ രാഷ്ട്രീയക്കാരന്റെയും TVK എന്ന പാർട്ടിയുടെയും ഭാവി നിശ്ചയിക്കുന്ന സംഭവമാണ് കരൂർ ദുരന്തം. ഡൽഹി CBI ആസ്ഥാനത്ത് 7 മണിക്കൂറോളമാണ് വിജയ് ചെലവഴിച്ചത്. പരിപാടി നടത്താൻ തീരുമാനിച്ചതാര്, പാർട്ടിയിൽ ആർക്കാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്, തദ്ദേശ ഭരണകൂടവുമായി ആശയവിനിമയം നടത്തിയിരുന്നോ, പോലീസുമായി എത്രത്തോളം ഏകോപനമുണ്ടായി ഉൾപ്പെടെ 30-ലധികം ചോദ്യങ്ങൾക്കാണ് വിജയ് മറുപടി നൽകിയത്. പൊങ്കൽ പ്രമാണിച്ച് നാട്ടിലേക്ക് പോകണമെന്ന ആവശ്യം മുൻപോട്ട് വെച്ചതോടെയാണ് നാളത്തെ ചോദ്യം ചെയ്യൽ ഒഴിവാക്കിയിരിക്കുന്നത്. വിജയ്ക്ക് പിന്തുണയുമായി ആരാധകരും TVK പ്രവർത്തകരും CBI ആസ്ഥാനത്തിന് മുൻപിലെത്തി. പാർട്ടി സമ്മേളനത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർക്കാണ് ജീവൻ നഷ്ടമായത്. സംഭവത്തിൽ TVKയുടെ ആവശ്യപ്രകാരമാണ് സുപ്രീം കോടതി കേസ് CBIക്ക് നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഡൽഹി CBI ആസ്ഥാനത്തേക്ക് വിജയെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയത് TVK എന്ന പാർട്ടിയുടെ രാഷ്ട്രീയ രംഗപ്രവേശനത്തിന് ഏറെ നിർണായകമാണ്. ഡൽഹിയിൽ നിന്നും ആരിഫിനൊപ്പം സജു തോമസ്, മീഡിയ 1.